നിനക്ക് ബർക്കത്ത് എന്താണെന്നറിയോ? നീ വിചാരിച്ച് 2 നില വീടാ ബർക്കത്തെന്ന്, ശരീരത്തിട്ടിരിക്കുന്ന സ്വർണ്ണവ ബർക്കത്തെന്ന് അല്ല. ബർക്കത്തെന്ന് പറഞ്ഞാൽ 2 കാര്യമാണ്. ബർക്കത്തെന്ന് പറയുന്നത് 2 കാര്യമാണ്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ, ഈ ബർക്കത്തെന്ന് പറഞ്ഞാൽ എന്താപ്പാ? ബർക്കത്തെന്ന് പറഞ്ഞാൽ എന്താ? വെടികൊണ്ടതുപോലെ ഇരിക്കണ മനുഷ്യ. ബർക്കത്തെന്ന് പറഞ്ഞാൽ നീ വിചാരിച്ചു പൈസ കൂടി വരുന്നതിനാ ബർക്കത്തെന്ന് പറയുന്നത് അല്ലേ? നമ്മൾ കരുതിയിരിക്കുന്നത് പൈസ കൂട്ടി കിട്ടുന്നതിനാ ബർക്കത്ത് അല്ലേ? അതിനല്ല ബർക്കത്ത്. ബർക്കത്തെന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകിയിരിക്കുന്ന നിഅമത്ത് നിലനിർത്തി തരിക എന്നതാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇന്ന് നിന്റെ കയ്യിൽ ആവശ്യത്തിന് പൈസ ഉണ്ട്, ഒരു 2 കൊല്ലം കഴിയുമ്പോ ആ പൈസ ഇല്ലെങ്കിൽ പിന്നെ നിനക്ക് എന്ത് പ്രയോജനമുള്ളത്? കിട്ടുന്നത് ചെറുതാണെങ്കിലും അത് അള്ളാഹു നിലനിർത്തി തരിക, നിലനിന്ന് കിട്ടണം. എന്നും അൽഹംദുലില്ലാഹ് കിട്ടുന്നത് 500 ആണെങ്കിലും 1000 ആണെങ്കിലും അത് എന്നും കിട്ടിയാൽ മതി. വല്ലപ്പോഴും 1000ഉം വല്ലപ്പോഴും 250ഉം കിട്ടിയിട്ട് കാര്യമില്ല. അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത് അത് മരിക്കുന്ന കാലം വരെ നിലനിന്ന് കിട്ടണം. ചരിത്രത്തിൽ കാണാം, ഒരു സഹാബി ദുആ ചെയ്യുകയാ, അള്ളാഹുവേ പടച്ചവനെ, നീ എനിക്ക് ഭക്ഷണത്തിൽ ബർക്കത്ത് തരണേ അല്ലാ. ഒരാളിങ്ങനെ ദുആ ചെയ്യുന്നത് കേട്ടപ്പോ, നീ എന്തിനാ ഭക്ഷണം ചോദിച്ചാ പോരെ, എന്തിനാ ബർക്കത്ത് കിട്ടാൻ ദുആ ചെയ്യണേ? നോക്കുമ്പോ ഇവിടെ ചരിത്രത്തിൽ കാണാം, ഒരു മഹാൻ ഇങ്ങനെ ദുആ ചെയ്യുന്നു, അല്ലാഹുവേ നീ എനിക്ക് ഭക്ഷണത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. അപ്പൊ കേൾക്കണ ആള് ചോദിക്കണ, എടാ ചങ്ങാതി, ഭക്ഷണം ചോദിച്ചാ പോരെ, എന്തിനാ ബർക്കത്ത് ചോദിക്കണേ? അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞൊരു മറുപടി, വമാ മിൻ ദാബ്ബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. എടാ ഭക്ഷണം എന്ന് പറയുന്നത് അല്ലാഹ് എല്ലാവർക്കും കൊടുക്കും. ഭക്ഷണം എന്ന് പറയുന്നത് കള്ളുകുടിയനും കൊടുക്കും, പെണ്ണുപിടിയനും കൊടുക്കും, കൊല ചെയ്യുന്നവനും കൊടുക്കും, നിസ്കരിക്കാത്തവനും കൊടുക്കും, എത്ര വലിയ ദുൽമ ചെയ്യുന്നവനും അള്ളാഹു ഭക്ഷണം കൊടുക്കും. കാരണം അത് അള്ളാഹ് അങ്ങനെ വാകേറിയ റബ്ബിനറിയാം ഭക്ഷണം നൽകാൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലേ? ഏത് വൃത്തികെട്ടവൻ അള്ളാഹ്. നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം എടുത്തു നോക്ക്. ഇബ്രാഹിം നബി എന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാതെ കഴിക്കാറില്ല. എല്ലാം വല്ലാതെ ഭക്ഷണം കൊടുക്കുന്ന നബിയാ. ഒരിക്കലും മനുഷ്യനെ വിളിച്ചുകൊണ്ട് വന്നു, കഴിക്കാൻ ഭക്ഷണം എടുത്തു വെച്ചു. തിന്നാൻ സമയമായപ്പോ പറഞ്ഞു ബിസ്മില്ല പറയാ. മോൻ ചോദിക്കുക ബിസ്മില്ലയോ എന്താണ്? നമ്മളിപ്പോ ചോദിക്കത്തില്ലേ ഹലാലോ അതെന്താന്ന് ചോദിക്കണ പോലെ, ഹലാലോ അതെന്താന്ന് ചോദിക്കത്തില്ലേ? ഹലാലാണോ ഹറാമാണോ എന്ന് ചോദിക്കത്തില്ല ഇറച്ചിയൊക്കെ. അപ്പൊ ഹലാലോ അവൻ ആദ്യമായിട്ട് കേൾക്കുക അതൊക്കെ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബിസ്മി പറഞ്ഞ പറയാൻ പറ്റും, ഓനിങ്ങനെ ഇരിക്കുക. അപ്പൊ ചോദിച്ചു, നിനക്ക് ബിസ്മി അറിയത്തില്ല? എനിക്കറിയത്തില്ല. എന്താ, നീ മുസ്ലിം അല്ലേ? ഞാൻ മുസ്ലിം അല്ല. അപ്പൊ പറഞ്ഞു, ചങ്ങാതി എഴുന്നേക്ക്, ഫുഡില്ല, നിനക്ക് ഭക്ഷണമില്ല, എഴുന്നേറ്റ് പറഞ്ഞു വിടാൻ പോകുമ്പോ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചോദിക്കുന്നു, മൂസാ, ഇബ്രാഹിം നബിയെ 40 കൊല്ലമായിട്ട് അവൻ അല്ലാഹ് കൊടുക്കുന്നുണ്ട് ഭക്ഷണം. അള്ളാഹെ ആരാധിക്കുന്നവനല്ല, അള്ളാഹെ കൊണ്ട് വിശ്വസിക്കുന്നവനല്ല, എന്നിട്ട് 40 കൊല്ലമായിട്ട് അല്ലാഹ് കൊടുക്കണം. നിങ്ങൾക്ക് ഒരു നേരം കൊടുക്കാൻ പറ്റിയില്ലല്ലോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മഹാൻ പറഞ്ഞു കൊടുക്കുന്നു, ഭക്ഷണം അല്ലാഹ് എല്ലാവർക്കും കൊടുക്കും. നിസ്കരിക്കുന്നവനും നിസ്കരിക്കാത്തവനും നന്ദി കെട്ടവനും നന്ദിയുള്ളവനും എല്ലാവർക്കും അല്ലാഹ് കൊടുക്കും. പക്ഷെ ബർക്കത്ത് അത് അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്കേ കൊടുക്കത്തുള്ളൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ബർക്കത്ത് എന്ന് പറയുന്നത് അല്ലാഹ് എല്ലാവർക്കും കൊടുക്കൂല. അതാ നിങ്ങളുടെ നാട്ടിലെ ചിലരൊക്കെ രക്ഷപ്പെട്ടു പോയത്, ചിലരെത്തിങ്ങാനിലോ ആയത്. അല്ലാഹ് ആക്കുമാറാകട്ടെ. അതാണ് അല്ലാഹു ചിലർക്ക് കൊടുക്കും. ബർക്കത്ത് എന്ന് പറയുന്നത് അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്കാ കൊടുക്കുന്നത്. അതുകൊണ്ടാ പ്രവാചകൻ പറഞ്ഞത്, നീ ദുആ ചെയ്യ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബ്. അതുകൊണ്ടാ ബർക്കത്ത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറയുന്നത്. അത് ചോദിച്ചു വാങ്ങുക തന്നെ വേണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹ് ഭാഗ്യം തരുമാറാകട്ടെ. 2 ബർക്കത്ത് എന്ന് പറഞ്ഞാൽ 2, അതുകൊണ്ട് നിനക്ക് പ്രയോജനമുണ്ടാകണം. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ നിന്റെ സമ്പത്താകട്ടെ, നിന്റെ ഭക്ഷണമാകട്ടെ, നിന്റെ ജോലിയാകട്ടെ, അള്ളാഹു നിനക്ക് തന്നത് കൊണ്ട് നിനക്ക് ഉപകാരമുണ്ടാകണം. നിങ്ങളുടെ നാട്ടിൽ എത്രയോ കോടീശ്വരന്മാരുണ്ട്, ലക്ഷങ്ങൾ പൈസ ഉള്ളവരുണ്ട്. പക്ഷെ ആ പൈസ എന്ത് നല്ല കാര്യങ്ങൾക്ക് കൊടുക്കത്തില്ല. ഗാനമേള, ഫുട്ബോള്, ക്രിക്കറ്റ്, വോളിബോള് ഇങ്ങനെയുള്ളതിനൊക്കെ കൊടുക്കും. ഇതുകൊണ്ട് ആഖിറത്തിൽ എന്തെങ്കിലും കിട്ടുമോ? കിട്ടൂല.
ആവശ്യമില്ലാത്ത പല കാര്യങ്ങൾക്ക് കൊടുക്കുന്നു. ഇപ്പൊ ഒരു മനുഷ്യൻ തന്റെ പിതാവിന് വേണ്ടി പടച്ചവനെ ഒരു കിണർ ഡയാലിസ് ചെയ്യാൻ വേണ്ടി രോഗികൾക്ക് പൈസ കൊടുക്കുന്നു. ഈ പൈസ കൊണ്ട് ഉപകാരമുണ്ട്, ഈ പൈസ കൊണ്ട് പ്രയോജനമുണ്ട്. നാളല്ലാതെ പരലോകത്ത് നിനക്ക് പ്രതിഫലമുണ്ട്, ഖബറിന്റെ അകത്തുണ്ട്, നിന്റെ ദുനിയാവിലെ ജീവിതത്തിലും പ്രയോജനമുണ്ട്. അതുകൊണ്ടാ പറഞ്ഞത് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയ നിഅമത്തുകൾ നിലനിർത്തി തരുക, രണ്ട് ദുനിയാവിലും ആഖിറത്തിലും അതുകൊണ്ട് പ്രയോജനമുണ്ടാവുക. ഇതിനാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. ഇത് കിട്ടാൻ വേണ്ടിയാണ് ദുആ ചെയ്യേണ്ടത്. അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ.